പരമശിവൻ തന്റെ പത്നിയായ ചണ്ഡീദേവിക്ക് സമുദ്രമധ്യത്തിൽ വെച്ച് ജ്ഞാനം പകർന്നു നൽകിയപ്പോൾ അവിടെ ഒരു മത്സ്യത്തിന്റെ ഗർഭത്തിലിരുന്ന മത്സ്യേന്ദ്രനാഥൻ ആ ജ്ഞാനം ഹൃദിസ്ഥമാക്കി എന്നാണ് പുരാണം. തെക്കൻ ഭാരതത്തിൽ മച്ചമുനി എന്നറിയപ്പെടുന്ന ഈ മത്സ്യേന്ദ്രനാഥനിൽ നിന്ന് ആ മഹാവിദ്യ നാഥ ഗുരു പരമ്പരയിലൂടെ ഇന്നും നിലനിൽക്കുന്നു. മത്സ്യേന്ദ്രനാഥിന്റെ മുഖ്യ ശിഷ്യനാണ് ഗോരക്ഷനാഥ് അഥവാ ഗോരഖ്നാഥ്. അഷ്ടാംഗയോഗത്തിന്റെ മറുകര കടന്ന അദ്ദേഹം സത്യജ്ഞാനം നേടിയ ഒരു മഹാമുനിയായിരുന്നു. ഗോരഖ്നാഥിലൂടെയാണ് ഹഠയോഗത്തിന്റെ ഉത്ഭവം. അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഗോരഖ്നാഥ മഠം സ്ഥാപിച്ചത്. ഗോരഖ്നാഥ മഠത്തിന്റെ മഠാധിപതി മഹന്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിൽ മുഴുവനും പരന്നുകിടക്കുന്ന പല നാഥ സമ്പ്രദായ സമൂഹങ്ങളുടെയും അധിപതിയാണ് ഗോരഖ്നാഥ് മഠത്തിലെ മഹന്ത്. ജാതി സമ്പ്രദായത്തെയും ഭേദഭാവങ്ങളെയും നിശിതമായി എതിർത്ത ഗോരഖ്നാഥ് സമ്പ്രദായം ഭാരതത്തിലെമ്പാടും പടർന്നു പന്തലിച്ചു. സന്യാസി ശിഷ്യന്മാരോടൊപ്പം ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ ഒരു വലിയ ശൃംഖലയും നാഥ സമ്പ്രദായത്തിലുണ്ട്. പലപ്പോഴും പല മഠങ്ങളുടെയും അധിപതിയായി എത്തുന്നത് ഗൃഹസ്ഥ ശിഷ്യന്മാർ തന്നെയാവും. ധർമ്മച്യുതിയോടോ അധിനിവേശങ്ങളോടോ സന്ധി ചെയ്ത ചരിത്രം നാഥ പരമ്പരയ്ക്കില്ല. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു നാഥ പരമ്പര. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഈ സന്യാസിമാർ ജാതി വ്യത്യാസങ്ങൾ മറന്ന് സമാജം ഒന്നായി നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. തെക്കൻ ഭാരതത്തിലെ സിദ്ധ സമ്പ്രദായവുമായി ഈ നാഥ സന്യാസിമാർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു.